Hello, welcome back. Now we discuss the first theorem connected with the ratio estimator. In this theorem, we shall show that R hat is a biased estimator of R equal to capital Y bar divided by capital X bar. ഈ തിയറം നോക്കുക, ഇവിടെ ഇതൊരു പാരാമീറ്ററാണ് ആർ ഈക്വൽ ടു വൈ ബാർ ഡിവൈഡഡ് ബൈ എക്സ് ബാർ. ഈ പാരാമീറ്ററിൻ്റെ ഒരു ബയാസ്ഡ് എസ്റ്റിമേറ്ററാണ് ആർ ഹാറ്റ് എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ആറിൻ്റെ ഒരു സാമ്പിൾ വെർഷനാണ് ഈ ആർ ഹാറ്റ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആറിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് ആർ ഹാറ്റ് ഉപയോഗിക്കാം. ലോജിക്കലായിട്ട് അത് കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഇത് ബയാസ്ഡ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇതിലെ ബയാസ്നെസ് ഹൗ മച്ച് ഈസ് ദ ബയാസ്, അറ്റ്ലീസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ദാറ്റ് ഓൾസോ വി ക്യാൻ ഡിറ്റർമിൻ. ഇവിടെ നോക്കുക, ഈ പ്രൂഫിൽ we have this r hat is equal to y bar divided by small x bar. And what is capital YI? Capital YI എന്ന് പറയുന്നത് it is the y value of the ith unit in the population. ഈ YIയെ നമുക്ക് പോപ്പുലേഷൻ മീൻ പ്ലസ് എൻ എറർ എന്ന രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ് ആണല്ലോ. അതായത് ഒരു പോപ്പുലേഷനുള്ള ഏതൊരു y വാല്യൂവും അതിൻ്റെ y ആവറേജിനേക്കാൾ ഇത്തിരി കൂടുതലോ അല്ലെങ്കിൽ ഇത്തിരി കുറവോ ആയിരിക്കും. ഓക്കെ, എല്ലാ വൈയും വൈ ബാറിന് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാ വൈ വാല്യൂസും സെയിം ആണെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പർട്ടിക്കുലർ വൈ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ മീനിനേക്കാൾ, പോപ്പുലേഷൻ മീനിനേക്കാൾ സംതിങ് മോർ ഓർ സംതിങ് ലെസ്. ഈ ക്വാണ്ടിറ്റിയെ ഇ ഐ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് ഒരു എററായിട്ട് വിശേഷിപ്പിക്കാം. കാര്യം വൈ ബാറിൽ നിന്ന് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി കൂടിയാൽ നമുക്ക് ക്യാപിറ്റൽ വൈ ഐ കിട്ടും, അല്ലെങ്കിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി കുറഞ്ഞാൽ നമുക്ക് വൈ ഐ കിട്ടും. ഓക്കെ, ഈ എററിനെ ഞാൻ ഇ ഐ എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അത് പോപ്പുലേഷൻ വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട എററാണ്. ഇവിടെ നിങ്ങൾ ഇതിൻ്റെ പ്രൂഫ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇതൊരു ബോൾഡ് ലെറ്റർ ഇ ഐ ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ സാമ്പിൾ വെർഷൻ വരുമ്പോൾ സ്മോൾ ഇ ഐ എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണത്. ഞാനത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ഞാനൊന്ന് ബോൾഡ് ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഞാനത് ഇ ഐ എഴുതിയത് ബോൾഡ് ലെറ്റർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രൂഫ് എഴുതുമ്പോൾ അതൊരു ബോൾഡ് ലെറ്റർ ആയിട്ട് തന്നെ എഴുതുക. അപ്പോൾ വൈ ഐ ഈക്വൽ ടു വൈ ബാർ പ്ലസ് ഇ ഐ ആണ്. അതേപോലെ തന്നെ എക്സ് ഐയെ നമുക്ക് എക്സ് ബാർ പ്ലസ് സം അതർ ഇ ഐ എന്ന് എഴുതാം. അതർ ഇ ഐ എന്ന് എഴുതുന്നതിന് പകരം ഞാൻ ഇ ഐ പ്രൈം എന്ന് എഴുതിയിരിക്കുകയാണ്. കാര്യം ഇത് വൈ ഐയും വൈ ബാറും തമ്മിലുള്ള ഡിഫറൻസാണ്, എന്നാൽ ഇത് എക്സ് ഐയും എക്സ് ബാറും തമ്മിലുള്ള ഡിഫറൻസാണ്. ഇത് രണ്ടും സെയിം ആവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇ ഐ എന്നും ഇതിനെ ഇ ഐ പ്രൈം എന്നും എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ വാല്യൂസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് with respect to y value as well as with respect to x value as capital YI is equal to y bar plus EI and xi is equal to x bar plus EI prime, where EIs and EI primes are some errors. Okay, for I equal to 1 to n, where this EI and EI prime are errors so that summation over IEI that is equal to summation over I 1 to n EI prime that is equal to 0. ഇതിൻ്റെ കാരണം എന്താണ്? ഈ സമ്മേഷൻ ഐ ഓവർ 1 to n എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ വാട്ട് ഈസ് ഇ ഐ ഈസ് ഈക്വൽ ടു വൈ ഐ മൈനസ് വൈ ബാർ. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഇ ഐ യു ക്യാൻ റൈറ്റ് വൈ ഐ മൈനസ് വൈ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0, because this is nothing but the sum of the deviation of yi's from their arithmetic mean. അതേപോലെ തന്നെ സിമിലർലി ദിസ് സമ്മേഷൻ ഓവർ ഐ ഈക്വൽ ടു 1 to n ഇ ഐ പ്രൈം ഈസ് ഓൾസോ ഈക്വൽ ടു 0. ഇവിടെ ഒരു കാര്യം ഞാൻ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ഇ ഐ എന്ന് പറയുന്നതും ഇ ഐ പ്രൈം, അതുപോലെ ഇവിടെ ഇ ഐ പ്രൈം ഒക്കെ ബോൾഡ് ലെറ്റേഴ്സാണ്.
because all these things are associated with population values I equal to 1 to capital N. Okay. Now, then we come to the sample values. സാമ്പിൾ വാല്യൂസും പോപ്പുലേഷൻ വാല്യൂ ആയിട്ട് മറ്റൊരു എറർ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ഈ സ്മോൾ വൈ ഐയും ക്യാപിറ്റൽ വൈ ബാറും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ നമുക്ക് സ്മോൾ ഇ ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ സ്മോൾ ഇ ഐ ആണ്. അതുപോലെ ഇവിടെ തന്നെ എക്സ് ഐ എന്ന് പറയുന്നത് എക്സ് ബാർ പ്ലസ് സം അതർ എറർ, ദാറ്റ് ഈസ് സ്മോൾ ഇ ഐ പ്രൈം ഫോർ ഐ ഈക്വൽ ടു 1 to small n. ഓക്കെ. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ വൈ ബാർ തന്നെയാണ് എഴുതുന്നത്. കാരണം ഈ സാമ്പിൾ വാല്യൂസ് ആണെങ്കിൽ പോലും അത് ആ ഒരു പോപ്പുലേഷൻ്റെ വാല്യൂ ആയിട്ടാണല്ലോ വ്യത്യാസം വരിക. ആ എററിനെയാണ് നമ്മൾ സ്മോൾ ഇ ഐ എന്നും അതുപോലെ ഇവിടെ സ്മോൾ ഇ ഐ പ്രൈം എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനെ ഒന്ന് സം ചെയ്ത് നോക്കും. ഇതിനെ സം ചെയ്തിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിനെ സം ചെയ്തിട്ട് ഐ ഈക്വൽ ടു 1 to n സം ചെയ്തിട്ട് സ്മോൾ n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും. ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു സ്മോൾ വൈ ബാർ ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു n ടൈംസ് ക്യാപിറ്റൽ വൈ ബാർ ഡിവൈഡ് ബൈ n, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ ബാർ പ്ലസ് ഈ സ്മോൾ ഇ ഐയുടെ ഒരു മീൻ, സാമ്പിൾ മീൻ, അതിനെ ഞാൻ ഇ എൻ ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സ്മോൾ ഇ എൻ ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ. അതേപോലെ തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ സ്മോൾ വൈ ഐ ഈക്വൽ ടു വൈ ബാർ പ്ലസ് ഇ ഐ എന്നുള്ള എക്സ്പ്രഷനാണ്. അതേപോലെ ഈ എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ സിഗ്മ ഓവർ ഐ ഈക്വൽ ടു എക്സ് ഐ ഡിവൈഡ് ബൈ എൻ ഈക്വൽ ടു സിഗ്മ ഓവർ ഐ ഈക്വൽ ടു 1 to n ക്യാപിറ്റൽ എക്സ് ബാർ ബൈ എൻ ഇൻ ടു ദിസ്, ദാറ്റ് ഈസ് എക്സ് ബാർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ബാർ പ്ലസ് ഇ എൻ പ്രൈം ബാർ. Okay, so from you take these two expressions 1 and 2, and here en bar is equal to the sample mean of errors, and this is also equal to the sample mean of some other errors. Okay, and from this expression what is expectation of y bar? Expectation of y bar, see, y bar is equal to capital Y bar plus E n bar എന്ന് എഴുതിയിട്ടുണ്ട്. Therefore expectation of small y bar എന്ന് പറയുന്നത് capital Y bar plus expectation of E n bar, and from this expression you will say expectation of E n bar is equal to 0, and similarly expectation of E n prime bar is also equal to 0. We will utilize these later. Okay, and this is so because y bar is an unbiased estimator of capital Y bar and small x bar is an unbiased estimator of capital X bar, because this here in ratio method of estimation also we are adopting simple random sampling. Okay, and you may make it simple random sampling without replacement unless otherwise specified. So y bar is unbiased for capital Y bar and x bar is unbiased for capital X bar. Okay. Now you consider expectation of xn bar square, expectation of en bar square. What is en bar? En bar is equal to y bar minus capital Y bar. So expectation of en bar square is equal to expectation of y bar minus capital Y bar square from the first expression. This is very clear. Okay, and what is expectation of y bar minus capital Y bar square? By definition, this quantity is nothing but the sampling variance of y bar, small y bar. And since we are concerned with the simple random sampling without replacement, this variance is nothing but n minus n by n into s square by n. ഈ എസ് സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം ഞാൻ എസ് വൈ സ്ക്വയർ എന്നാണ് എഴുതിയത്. കാരണം ഇവിടെ 2 വേരിയബിൾ ഉണ്ട്. അപ്പോൾ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് സ്ക്വയറിൻ്റെ സഫിക്സിൽ നമ്മൾ വൈ എന്ന് എഴുതുന്നു. ഓക്കെ, ആൻഡ് സിമിലർലി എക്സ്പെക്ടേഷൻ ഓഫ് ഇ എൻ പ്രൈം ബാർ സ്ക്വയർ ഈക്വൽ ടു ഫ്രം ദി സെയിം ലോജിക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ മൈനസ് എക്സ് ബാർ ദി ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു sampling variance of x bar which is equal to n minus n by n into s square by n for the x variable. Therefore you write this is equal to n minus n by n into s x square by n. Okay, ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും പിന്നീട്. Now again we compute what is expectation of en bar into en prime bar.
Okay, you know En bar is equal to sigma over I equal to 1 to n Ei by n, and similarly En prime bar equal to sigma over I equal to 1 to n Ei prime by n. So you take this n from the first term and n from the second term, which are in the denominator outside the expectation. So this is 1 by n square into expectation of this thing. And what is this quantity inside the square bracket? It is a product of two sums. Each sum has same number of observations, same number of values, small n number of values in this sum and small n number of values in this sum. So product of two sums, and the product of two sums is always sum of the products plus product terms. Okay, cross product terms. That is very clear. Okay, and that is equal to 1 by n square, 1 by n square. Then what is this? This is equal to, ഇവിടെ ഞാൻ ഈ സൈഡിൽ അത് പ്രത്യേകം കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n Ei പ്രൈം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ, ഓക്കെ, over I equal to 1 to n expectation of Ei prime, that is equal to summation over I equal to 1 to n. ഈ expectation of Ei prime എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ആണ്. അപ്പോൾ സം ഓഫ് ദി പ്രോഡക്റ്റ് ഇൻറ്റു പ്രോബബിലിറ്റി 1 by n. ഓക്കെ, so that is equal to n times summation over I equal to 1 to n Ei prime, that is equal into the probability 1 by n. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ടേമും ഇതേ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ n ഇൻറ്റു n മൈനസ് 1 ടൈംസ് സിഗ്മ ഓവർ I സിഗ്മ ഓവർ j I നോട്ട് ഈക്വൽ ടു j Ei ഇൻറ്റു Ej പ്രൈം 1 by n ഇൻറ്റു 1 by n മൈനസ് 1. ഇത് ജോയിൻറ്റ് പ്രോബബിലിറ്റിയാണ്. ഈ പ്രോബബിലിറ്റി പോലെ തന്നെ ഇവിടെ ഒരു പ്രോബബിലിറ്റി എഴുതുകയാണ്. പക്ഷേ ഇത് സ്മോൾ ഈ ക്യാപിറ്റൽ Eiയും അതുപോലെ സ്മോൾ Ei പ്രൈം ക്യാപിറ്റൽ Ej പ്രൈമും ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഐ എം സോറി, ഹിയർ ദിസ് ഈസ് ടു ബി റിട്ടൺ ആസ് Ej പ്രൈം. ഓക്കെ, ഇറ്റ്സ് എ മിസ്റ്റേക്ക് ഹിയർ. You should write this summation over I not equal to j Ej prime എന്ന് എഴുതണം. കാര്യം ഈ ഐയും ജെയും വ്യത്യസ്തമായതുകൊണ്ട് Ej പ്രൈം എന്ന് എഴുതണം. ഇനി ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ സമ്മേഷൻ ഓവർ I സമ്മേഷൻ ഓവർ j I നോട്ട് ഈക്വൽ ടു j ക്യാപിറ്റൽ Ei അല്ല, ബോൾഡ് Ei ഇൻറ്റു ബോൾഡ് Ej ഡാഷ് ഇൻറ്റു പ്രോബബിലിറ്റി 1 by n ഇൻറ്റു 1 by n മൈനസ് 1 ജോയിൻറ്റ് പ്രോബബിലിറ്റിയാണിത്. ഇത് n ഇൻറ്റു n മൈനസ് 1 ടൈംസ് ആണ്. കാര്യം ഇവിടെ ഈ സമ്മേഷൻ ഓവർ I നോട്ട് ഈക്വൽ ടു j എന്ന് പറയുന്നത് I വേരീസ് ഫ്രം 1 to n ആൻഡ് j വേരീസ് ഫ്രം 1 to സ്മോൾ n വേർ I നോട്ട് ഈക്വൽ ടു j. അപ്പോൾ അതിൽ എത്ര ടേംസ് ഉണ്ടാവും ഈ സമ്മിൽ? n ഇൻറ്റു n മൈനസ് 1 ടേംസ് ഉണ്ടാവും. ഓക്കെ, ഇനി ദാറ്റ് ഈസ് അഗൈൻ റിട്ടൺ ആസ്, ഇറ്റ് ഈസ് ഓൺലി എ മാറ്റർ ഓഫ് സിംപ്ലിഫിക്കേഷൻ. That is, you have n here, so you cancel this n with n square, leaving 1 by small n, and capital N is also common, therefore 1 by small n into capital N into summation over I equal to 1 to n bold Ei dash plus n minus 1 by capital N minus 1 into, ഇത് ഒരു പ്രോഡക്റ്റ് ടേം ആണ്. ഈ പ്രോഡക്റ്റ് ടേമിനെ നമുക്ക് നേരത്തെ എഴുതിയതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് ഓഫ് സം മൈനസ് സം ഓഫ് പ്രോഡക്ട്സ് എന്ന് തിരിച്ചെഴുതാവുന്നതാണ്. ഓക്കെ, ആൻഡ് വൺസ് ദിസ് ഈസ് ഓക്കെ, ദെൻ യു നോ സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n Ei ഈക്വൽ ടു സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n Ei dash, that is equal to 0, that we have proved here. Okay,
So you substitute summation over I equal to 1 to n ei equal to 0 and summation over I equal to 1 to n ei prime that is equal to 0. So these two terms become 0. So the entire thing is 0. Okay, and finally you will get 1 by n into n. Then summation over I equal to 1 to n ei prime is common factor, and you take this common factor outside, then leaving 1 minus n minus 1 by n minus 1 inside the brackets. Okay, right? So what is this? On simplification you will see that this is equal to n minus n by n into 1 by n minus 1. Then what is this? This is equal to summation I equal to 1 to n ei എന്ന് പറയുന്നത് ക്യാപിറ്റൽ വൈ ഐ മൈനസ് ക്യാപിറ്റൽ വൈ ബാർ ആണ്. അതുപോലെ ഇ ഐ പ്രൈം എന്ന് പറയുന്നത് എക്സ് ഐ മൈനസ് എക്സ് ബാർ ആണ്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദിസ് ക്വാണ്ടിറ്റി you can write 1 by n minus 1 into sigma equal to 1 to n yi minus y bar into xi minus x ബാറിനെ നമുക്ക് എസ് എക്സ് വൈ എന്ന് എഴുതാം. കാരണം ഇതൊരു covariance ടൈപ്പ് ടേം ആണ്. ഓക്കെ, സോ you can write this as covariance, no problem. So that this is equal to n minus n by n into covariance between xi and yi. Covariance ഡിനോമിനേറ്റർ n minus 1 ആണ് ഇൻസ്റ്റെഡ് ഓഫ് n എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. However, this is also called covariance. So you can write this is equal to n minus n by n into sxy, where sxy is this. Okay, so what you have written here is expectation of en bar into en prime bar, that is equal to n minus n by n into sxy. ഓക്കെ, ഇനി നമുക്ക് ഈ ടേംസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാം. ദർഫോർ എക്സ്പെക്ടേഷൻ ഓഫ് n bar en prime bar that is equal to n minus n by n into ഈ sxy നമുക്ക് റോ ഇൻറ്റു sx ഇൻറ്റു sy എന്ന് എഴുതാവുന്നതാണ്. എന്താ കാര്യം? ഈ sxy എന്ന് പറഞ്ഞാൽ കൊവേരിയൻസ് ആണ്. അപ്പോൾ കൊവേരിയൻസ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ റോ എന്ന് പറയുന്നത് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ആണ്. ഓക്കെ, യു ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു correlation coefficient which is equal to covariance divided by root of variances, which is equal to sxy divided by sx into sy. Okay, so you remember this correlation coefficient rho is equal to sxy divided by sy into sx or sx into sy. ഓക്കെ, ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി ഈ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ ഹാറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ ഹാറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആർ ഹാറ്റ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അതേസമയത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ ഹാറ്റും ആറും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ആർ ഹാറ്റ് ബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് എന്ന് മാത്രമല്ല ആ ഡിഫറൻസിനെ നമുക്ക് ബയാസ് എന്ന് വിളിക്കാം. ഓക്കെ, now we try to find what is expectation of r hat. Expectation of r hat, that is equal to expectation of y bar divided by x bar, and this is equal to expectation of ഈ y ബാറിനെ നമ്മൾ നേരത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് y bar പ്ലസ് ഇ എൻ ബാർ ആണ്, ഡിവൈഡഡ് ബൈ സ്മോൾ എക്സ് ബാറിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ് ബാർ പ്ലസ് സ്മോൾ ഇ എൻ പ്രൈം ബാർ എന്ന് എഴുതാം. And from numerator you take capital Y bar outside, and from denominator you take capital X bar outside, so that you will get this, that is equal to expectation of Y bar by X bar into 1 plus En bar by Y bar plus 1 plus En prime bar divided by capital X bar whole to the power of minus 1. Okay, and that is equal to ഈ എക്സ് ബാർ വൈ ബാർ ഡിവൈഡഡ് ബൈ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് 1 പ്ലസ് ഇ എൻ ബാർ ഡിവൈഡഡ് ബൈ വൈ ബാർ ഇൻറ്റു ഇതിനെ ഈ 1 പ്ലസ് ഇ എൻ പ്രൈം ബാർ ഡിവൈഡ് ബൈ എക്സ് ബാറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇത് 1 പ്ലസ് എക്സ് ടു ദി പവർ ഓഫ് മൈനസ് 1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ആൻഡ് സോ ഓൺ അങ്ങനെ പോകുമല്ലോ. അപ്പോൾ അതിൽ ആദ്യത്തെ 3 ടേം മാത്രം ഞാൻ ഇവിടെ എടുക്കുന്നു, ബാക്കിയെല്ലാം ഒഴിവാക്കുന്നു. നെഗ്ലക്റ്റിംഗ് ദി
terms with higher powers of en prime bar. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അതായത് വൈ ബാർ ഡിവൈഡ് ബൈ എക്സ് ബാർ നമുക്ക് പുറത്തെടുക്കാം. പിന്നെ ന്യൂമറേറ്ററിലുള്ള 1+en/y ബാർ അങ്ങനെ തന്നെ എടുക്കാം. ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റി വരുമ്പോൾ അത് ടു ദി പവർ ഓഫ് -1 വരും. ഇനി ഈ 1+en പ്രൈം ബാർ ഡിവൈഡ് ബൈ എക്സ് ബാർ ടു ദി പവർ ഓഫ് -1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റ് ടേംസാണ് ഉണ്ടാകുക. പക്ഷേ ആദ്യത്തെ 3 ടേം മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ ഹാറ്റ് ഈസ് ഈക്വൽ ടു അല്ല, ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആണ്. റൈറ്റ്? ബിക്കോസ് വി ആർ നെഗ്ലക്റ്റിംഗ് ഹയർ ടേംസ് വിത്ത് ഹയർ പവർ ഓഫ് en prime bar. Okay, therefore again from this you read expectation of r hat is approximately equal to r into, okay, ഇനി വീണ്ടും ഇതിനെ ഈ എക്സ്പെക്റ്റേഷൻ പുറത്തുണ്ട്. ഈ സ്ക്വയർ ബ്രാക്കറ്റും ഈ ബ്രാക്കറ്റും ഈ ബ്രാക്കറ്റിലുള്ള ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ അതിൽ നിന്ന് വീണ്ടും ഒരു ടേം ഒഴിവാക്കുന്നുണ്ട് ഇവിടെ. ആ ടേം ഏതാണെന്ന് നോക്കുക. അവിടെ ഈ 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1+en ബാർ ഡിവൈഡ് ബൈ y ബാർ. ഓക്കെ, പിന്നെ ഈ ടേമും ഈ 2 ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 2 ടേംസ് കിട്ടും. പിന്നെ ഈ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അവസാനത്തെ ടേം കിട്ടും. ഇനിയും ഇതിൽ ടേം ഉണ്ട്, പക്ഷേ ആ തേർഡ് പവറുള്ള ടേമിനെ ഞാൻ വീണ്ടും നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്വാണ്ടിറ്റി വീണ്ടും അപ്രോക്സിമേറ്റഡ് ആവുന്നു. So here we are using many degrees of approximation. Okay, and here we were neglecting the terms with the higher power of en prime bar. ഇവിടെ നമ്മൾ ഈ തേർഡ് ഡിഗ്രി ഓഫ് എറേഴ്സ് നമ്മൾ വീണ്ടും നെഗ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അപ്രോക്സിമേഷനാണ് കിട്ടുന്നത്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ ഹാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു r into 1+1/y bar into expectation of en bar minus 1/x bar into expectation of en bar prime minus 1/y bar into x bar into expectation of en bar en prime bar plus 1/x bar square into expectation of en prime bar the whole square. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരിക്കുന്ന ടേംസൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് en ബാർ 0 ആണ്. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് en പ്രൈം ബാർ 0 ആണ്. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് en ബാർ ഇൻറ്റു en പ്രൈം ബാർ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് en പ്രൈം ബാർ ഹോൾ സ്ക്വയറും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ മുകളിലത്തെ എക്സ്പ്രഷനിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ തേർഡ് എക്സ്പ്രഷൻ, അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് എക്സ്പ്രഷൻ, ഫസ്റ്റ് എക്സ്പ്രഷൻ, ഈ 3 എക്സ്പ്രഷനും ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടേംസ് r ഇൻറ്റു, അതായത് എക്സ്പെക്റ്റേഷൻ ആർ ഹാറ്റ് ഈസ് ഈക്വൽ ടു r ഇൻറ്റു 1 മൈനസ് ഫസ്റ്റ് ഈ രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും ക്യാൻസൽ 0 ആയി പോകുന്നുണ്ട്. പിന്നുള്ളത് 1 - 1/y bar into x bar into n - n/n into n into rho sx sy plus 1/x bar square into n - n/n into n into x square. ഈ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് en ബാർ അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് en പ്രൈം ബാർ ഒക്കെ 0 ആണെന്ന് നമുക്കറിയാം. സോ we have this expression. That means finally you get expectation of r hat. ഇവിടെ r into 1 ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് r hat minus r is approximately equal to r into n - n/n into sx square by x bar square minus rho into sx by x bar into sy by y bar. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ നമ്മൾ ചെറിയൊരു മാനിപ്പുലേഷൻ നടത്തുന്നു. ഇവിടെ ഈ sx by x ബാറിനെ cx എന്നും അതുപോലെ sy/y ബാറിനെ cy എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് സത്യത്തിൽ എന്താണ്? ഇത് കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻസ് ആണ്. കാര്യം കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ അരിത്തമെറ്റിക് മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയാം. ഒരു വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ആ വേരിയബിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ആ വേരിയബിളിൻ്റെ മീൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ cx
എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനാണ് എസ് എക്സ് ബൈ എക്സ് ബാർ. അതുപോലെ തന്നെ എസ് വൈ ബൈ വൈ ബാർ എന്ന് പറയുന്നത് വൈയുടെ കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനാണ്. അപ്പോൾ ഇവിടെ ഈ എസ് എക്സ് ബൈ എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നും ഇവിടെ റോ ഇൻറ്റു എസ് എക്സ് ബൈ എക്സ് ബാർ ഇൻറ്റു എസ് വൈ ബൈ വൈ ബാർ എന്നുള്ളത് കൊണ്ട് നമുക്കവിടെ ഈ സി എക്സ് സ്ക്വയർ മൈനസ് റോ ഇൻറ്റു സി എക്സ് ഇൻറ്റു സി വൈ എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ. And what is left hand side? Left hand side, that means what is left hand side? Left hand side is expectation of r hat minus r. എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ ഹാറ്റും ആറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആർ ഹാറ്റിൻ്റെ ബയാസ് ആണല്ലോ. എന്തുകൊണ്ട്? എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ ഹാറ്റ് ഈക്വൽ ടു ആർ ആണെങ്കിൽ അൺബയാസ്ഡ് ആണ്, നോട്ട് ഈക്വൽ ടു ആർ ആണെങ്കിൽ അത് ബയാസ്ഡ് ആണ്. മാത്രമല്ല ആ ഡിഫറൻസിന് നമ്മൾ ബയാസ് എന്ന് പറയും. ദർഫോർ ദിസ് ഡിഫറൻസ് ഈസ് റിട്ടൺ ആസ് ബി ഓഫ് ആർ ഹാറ്റ്, where B of R hat stands for bias in the ratio estimator R hat, and that is equal to this quantity. അപ്പോൾ ഇവിടെ നമ്മൾ ഈ റിസൾട്ടിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ആർ ഹാറ്റ് എന്ന് പറയുന്നത് ഒരു ബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണ് എന്നും നമ്മൾ പ്രൂവ് ചെയ്തു. അതോടൊപ്പം തന്നെ ടു എ ഹയർ ഡിഗ്രി ഓഫ് അപ്രോക്സിമേഷൻ വി ഹാവ് ഡിറ്റർമിൻഡ് ഹൗ മച്ച് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ബയാസ്. ആർ ഹാറ്റ് ബയാസ്ഡ് ആണെന്നും അതുപോലെ ആർ ഹാറ്റിൻ്റെ ബയാസ് എത്രയാണെന്നും നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഈ കേസിൽ. ഓക്കെ, നൗ ദിസ് റിസൾട്ട്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വി വിൽ കം ടു ഫർദർ റിസൾട്ട്സ്. ഓക്കെ, വി ക്യാൻ ഡിസ്കസ് ദീസ് സം റിസൾട്ട്സ് ഓൾസോ. നൗ വാട്ട് ഈസ് ദ റിലേറ്റീവ് ബയാസ്? യു സീ, ബയാസ് എന്ന് പറയുന്നതാണ്. ബയാസ് എന്ന് പറയുന്നത് ആർ ഇൻറ്റു, അതായത് ആർ ഹാറ്റ് എന്ന് പറയുന്ന എസ്റ്റിമേറ്റർ ആറിൻ്റെ എസ്റ്റിമേറ്ററാണ്. അപ്പോൾ ഈ ആറിൻ്റെ എസ്റ്റിമേറ്ററിൻ്റെ ബയാസ് ആറിൻ്റെ ട്രൂ വാല്യൂവിൽ തന്നെയാണ് അപ്രോക്സിമേറ്റ് ആണെങ്കിൽ പോലും തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബയാസിനെ ട്രൂ പാരാമീറ്ററായ ആർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? B of R hat, that is bias in R hat divided by the true parameter. അതായത് B of R hat by R. അതെന്തായിരിക്കും? അതാണ് റിലേറ്റീവ് ബയാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിലേറ്റീവ് ബയാസ് ഓഫ് എനി സ്റ്റാറ്റിസ്റ്റിക് ഈക്വൽ ടു ബയാസ് ഇൻ ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക് ഡിവൈഡഡ് ബൈ ദി പാരാമീറ്റർ ഫോർ വിച്ച് ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ്. ഇവിടെ ആർ എന്ന് പറയുന്ന പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർ ഹാറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് ബയസ് ഓഫ് ആർ ഹാറ്റ് എന്ന് പറയുന്നത് ബയാസ് ഇൻ ആർ ഹാറ്റ് ഡിവൈഡഡ് ബൈ ദി പാരാമീറ്റർ ആർ, ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ ഹാറ്റ് മൈനസ് ആർ ഡിവൈഡഡ് ബൈ ആർ. ഇതാണ് റിലേറ്റീവ് ബയസ്. അതിൻ്റെ എക്സ്പ്രഷൻ എൻ മൈനസ് എൻ ബൈ എൻ ഇൻറ്റു എൻ ഇൻറ്റു സി എക്സ് സ്ക്വയർ ഡിവൈഡഡ് സി എക്സ് സ്ക്വയർ മൈനസ് റോ ഇൻറ്റു സി എക്സ് സി വൈ ആണ്. അത് നമുക്ക് ഈ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, നൗ വി കം ടു ദി സെക്കൻഡ് റിമാർക്ക്. സെക്കൻഡ് റിമാർക്കിൽ സി എക്സ് ഈക്വൽ ടു സി വൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ സി എക്സ് ഈക്വൽ ടു സി വൈ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെയും വൈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെയും കോയിഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ സെയിം ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു, യു ക്യാൻ ടേക്ക് ദിസ് ആസ് എ കോമൺ വാല്യൂ സി, ആൻഡ് ദർഫോർ ദാറ്റ് സി സ്ക്വയർ ക്യാൻ ബി ടേക്കൺ ഔട്ട്. So this is equal to n minus n by n into, that is relative bias is equal to n minus n by n into c square into 1 minus rho. And further, what will happen when the FPC is ignored? That also given here under the remark 2. FPC ignore എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 minus f is approximately equal to 1 ആകുക എന്നർത്ഥം. Okay, that is n by n is 1 minus n by n is f. So 1 minus f is approximately equal to 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? The relative bias becomes c square into 1 minus rho divided by n. Okay, and you can further see that this quantity will tend to 0 if n tends to infinity.
What do you mean by n tends to infinity? N tends to infinity means if the sample's size is large enough, then the relative bias becomes 0. Okay. What is the implication? സാമ്പിൾ സൈസ് വലുതാണെങ്കിൽ ഈ ബയാസ് അതുപോലെ റിലേറ്റീവ് ബയസ് ഒക്കെ സീറോയിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ദി റേഷ്യോ എസ്റ്റിമേറ്റർ ആർ ഹാറ്റ് വിൽ ബി അൺബയാസ്ഡ്. Okay, that is what is given in the remark number 2. And one more remark is given here. What is the condition for relative bias equal to 0? You know, relative bias equal to 0 if n minus n by n into cx square minus rho into cx cy equal to 0. ഇവിടെ നമ്മൾ ഈ സി എക്സ് ഈക്വൽ ടു സി വൈ എന്നുള്ള അസംഷൻ ഒന്നും എടുത്തിട്ടില്ല. അതൊന്നും എടുക്കാതെ സി എക്സ് വേറെ സി വൈ വേറെ ആണെങ്കിൽ റിലേറ്റീവ് ബയസ് 0 ആവുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് സി എക്സ് സ്ക്വയർ ഈക്വൽ ടു റോ ഇൻറ്റു സി എക്സ് ഇൻറ്റു സി വൈ ആകുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ എന്താണ് സി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എസ് എക്സ് സ്ക്വയർ ബൈ എക്സ് ബാർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എസ് എക്സ് ബൈ എക്സ് ബാർ ഇൻറ്റു എസ് വൈ ബൈ വൈ ബാർ. ദാറ്റ് ഈസ് ഇഫ് എസ് ഇവിടെ ഒരു എസ് എക്സ് ബൈ എക്സ് ബാർ ഈ രണ്ട് ഭാഗത്തു നിന്ന് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക എസ് എക്സ് ബൈ എക്സ് ബാർ ഈക്വൽ ടു റോ ഇൻറ്റു എസ് എക്സ് ഡിവൈഡഡ് ബൈ വൈ ബാർ എന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇഫ് വൈ ബാർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എസ് എക്സ് y bar is equal to rho into sy by sx into x bar ആകുമ്പോഴാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഇഫ് y bar is equal to byx into x bar. എന്താണ് ഈ byx എന്ന് പറഞ്ഞാൽ? byx ഈക്വൽ ടു റോ ഇൻറ്റു sy by sx. ഇത് സത്യത്തിൽ ഈ ക്വാണ്ടിറ്റി നോക്കുക, ഈ ക്വാണ്ടിറ്റി regression coefficient of y on x ആണ്. This is a well known quantity called regression coefficient of y on x. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ y വേരിയബിളും x വേരിയബിളും തമ്മിലൊരു കോറിലേഷൻ ഉണ്ടാവണം എങ്കിലേ ഈ പ്രൊസീജിയർ മീനിങ് ഫുൾ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും വൈയും എക്സും തമ്മിലുള്ള ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ക്വാണ്ടിറ്റി, അതായത് റോ ഇൻറ്റു എസ് വൈ ബൈ എസ് എക്സ് എന്ന് പറയുന്നത് റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. റിഗ്രഷൻ കോയിഫിഷ്യൻറ്റിനെ നമ്മൾ സാധാരണ ബി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ബി വൈ എക്സ്. ഓക്കെ, BYX means regression coefficient of y on x. ഇനി BXY എന്ന് എഴുതുകയാണെങ്കിൽ regression coefficient of x on y ആണ്. പക്ഷേ ഇവിടെ ന്യൂമറേറ്ററിൽ SY ആണ്, അതുപോലെ ഡിനോമിനേറ്റർ SX ആയതുകൊണ്ട് ഇത് regression coefficient of y on x ആണ്. So it is represented by BYX. Okay, so finally what you see is that the relative bias is equal to 0 if y bar is equal to byx into x bar. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ ഈ y bar is equal to byx into x bar ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഹിയർ the regression equation of y on x is linear and pass through the origin. കാര്യം ഇവിടെ കോൺസ്റ്റൻറ്റ് ടേം ഇല്ല, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു BYX into x എന്നുള്ള ഫോമിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഈ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ റിഗ്രഷനാണ് ഈ വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് കോൺസ്റ്റൻറ്റ് ടേം 0 ആയതുകൊണ്ട് that regression line passes through the origin. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ വേരിയബിളായ വൈയും ഓക്സിലറി വേരിയബിളായ എക്സും തമ്മിൽ ഒരു ലീനിയർ റിഗ്രഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അത് മാത്രമല്ല ആ ലൈൻ ഓഫ് റിഗ്രഷൻ 0-യിലൂടെയാണ്, ഒറിജിനിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ റിലേറ്റീവ് ബയസ് 0 ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദി കൺക്ലൂഷൻ ഗിവൺ ഇൻ റിമാർക്ക് 3.
Okay, these are very important remarks associated with the ratio estimator, and for the time being we stop, and we shall discuss more on this ratio estimation later. Thank you.